മുഖ്യമന്ത്രി സംസാരിച്ചത് മുഴുവൻ പാടിയില്ല എങ്കിൽ 3 വർഷം തടവ് ശിക്ഷ ലഭിക്കും എന്ന മുന്നറിയിപ്പ് മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനത്തിൽ പറയുകയാണ്. എന്നാൽ നിയമത്തിൽ അങ്ങനെ പറയുന്നില്ല എന്ന കാര്യവും എല്ലാവർക്കും അറിയാം. പാടുമ്പോൾ ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്താനോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനോ പാടില്ല എന്ന് മാത്രമാണ് നിയമത്തിൽ പറയുന്നത്. നിയമത്തിൻ്റെ കോപ്പി എല്ലാവരുടെയും കയ്യിൽ ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ബിജോയ് ഇമാനുവൽ കേസ് കേരള ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു കേസാണ് മുമ്പ്. അതിന് താഴെ കോടതി കഴിഞ്ഞ് ഹൈക്കോടതിയും കഴിഞ്ഞ് സുപ്രീം കോടതി കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്, ഭരണഘടനാപരമായിട്ട് തന്നെ. അന്ന് പറഞ്ഞത് എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിച്ചാൽ മതി. അതെല്ലാം ഏതെങ്കിലും രീതിയിൽ അലോസരപ്പെടുത്താനോ തടസ്സപ്പെടുത്താനോ പാടില്ല. അതിന് 2 ഭാഗം അന്നും തിരിച്ചിട്ടുണ്ട്. ഒന്ന്, ആവിഷ്കാര സ്വാതന്ത്ര്യം 19(1)(a) ഭരണഘടന അനുസരിച്ച്. 2, അവരുടെ മതപരമായ സ്വാതന്ത്ര്യം 25(1). ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് ബിജോയ് ഇമാനുവൽ കേസിൽ സുപ്രീം കോടതി വിധി പറഞ്ഞിട്ടുള്ളത്. ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് പാലിക്കണം എന്ന കാര്യം പറഞ്ഞപ്പോൾ അത് തിരുത്തുമോ എന്ന് പത്രപ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി കൃത്യമായ മറുപടി പറഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ വന്ദേമാതരം മുഴുവനായി പാടേണ്ടതില്ല എന്ന് പറയാൻ മുഖ്യമന്ത്രി ഇപ്പോഴും തയ്യാറല്ല. ഞാനിത് എടുത്തു പറയുന്നത് പഴയ കാലം മുതൽ, ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ 2 ചരണങ്ങൾ മാത്രം, ആദ്യത്തെ 2 ഭാഗം മാത്രം പാടിയാൽ മതി എന്ന നിലപാട് കോൺഗ്രസിൻ്റെ നിലപാടാണ്. ആ കോൺഗ്രസിൻ്റെ നിലപാട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അതുപോലും പറയാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് സ്ഥിതി. കാത്തിരുന്ന് കാണുക എന്ന സസ്പെൻസ് ഇട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞൊഴിഞ്ഞിട്ടുള്ളത്. ഇത് സത്യപ്രതിജ്ഞാ ചടങ്ങ് പോലുള്ള ഒന്നല്ല. സ്വാതന്ത്ര്യദിനാഘോഷം സ്കൂളുകളിലും തദ്ദേശ സ്ഥാപനങ്ങളിലും കുടുംബശ്രീ യൂണിറ്റുകളിലും നാട്ടിലാകെ സ്വാതന്ത്ര്യദിനാചരണ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള നിരവധി പരിപാടികൾ ആഗസ്റ്റ് 15 എന്ന രീതിയിൽ നടക്കും. അപ്പോൾ സ്വാഭാവികമായി വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണം എന്ന നിലപാടാണ്. അങ്ങനെ ആലപിക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ച കോൺഗ്രസിൻ്റെ തന്നെ നേതാവ് ഇപ്പോഴും പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഇത് മുഴുവൻ പാടിയില്ല എങ്കിൽ 3 വർഷം ശിക്ഷിക്കപ്പെടും എന്ന് തെറ്റായ നിയമത്തെ വ്യാഖ്യാനിക്കുകയൂടിയാണ് അദ്ദേഹം ചെയ്തത്. ഇത് യഥാർത്ഥത്തിൽ RSSൻ്റെ അജണ്ടയാണ്. രാജ്യത്തിൻ്റെ നിയമം അതല്ല. ഡോഗ് വിസിൽ മുഴക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ പറയാതെ പറയുക എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട്
സംഘപരിവാർ നിർദ്ദേശിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ പൂർണ്ണതോതിൽ നടപ്പിലാക്കാനാണ്. അല്ലെങ്കിൽ ജയിൽ പോകേണ്ടി വരുമെന്ന ഭീഷണിയാണ് മുഖ്യമന്ത്രി മുഴക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇല്ലാത്ത നിയമത്തെ അദ്ദേഹം കൂട്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നിവിടെ ഒരു കാര്യം അദ്ദേഹം പറയുണ്ടായി, കേന്ദ്ര നിർദ്ദേശം അതേപോലെ കൈമാറുകയാണ് ചീഫ് സെക്രട്ടറി ചെയ്തത് എന്ന്. അങ്ങനെ പറഞ്ഞ് ഒഴിയുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്യാതെ ഏതെങ്കിലും ചീഫ് സെക്രട്ടറി താഴേക്ക് ഓർഡറായിട്ട് അല്ലെങ്കിൽ സർക്കുലറായിട്ട് നൽകില്ല എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ അത് മറച്ചു വെക്കാനാണ് അന്നും ഇന്നും മുഖ്യമന്ത്രി ശ്രമിച്ചത്. പിന്നെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ഓർഡർ വരുന്നു, അല്ലെങ്കിൽ നിർദ്ദേശം വരുന്നു. അത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിസഭയുമായിട്ടോ അതുപോലുള്ള ജനാധിപത്യ സംവിധാനത്തെ ഒന്നും ആശ്രയിക്കാതെ ഇവിടെ ചീഫ് സെക്രട്ടറി അത് താഴത്തേക്ക് അയക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. എത്രത്തോളം തെറ്റായ ഒരു കീഴ്വഴക്കമായിരിക്കും അത്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര നിർദ്ദേശം FCRA ആയിരിക്കും. നിയമം വരാൻ പോവുകയാണ്. ഏക സിവിൽ കോഡായിരിക്കും മറ്റൊന്ന്. ദേശീയ പൗരത്വ രജിസ്റ്റർ പ്രശ്നമായിരിക്കും മറ്റൊന്ന്. ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ RSSൻ്റെ BJPയുടെ അജണ്ട ഓരോരോ സർക്കുലറായിട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇതേ നിലപാട് സ്വീകരിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ ചീഫ് സെക്രട്ടറി താഴേക്ക് അയച്ചോട്ടെ എന്ന നിലപാട് സ്വീകരിക്കും എന്നാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഇപ്പോൾ കേന്ദ്ര നിർദ്ദേശത്തെ നമ്മുടെ നാടിൻ്റെ പ്രത്യേകത കൂടി കണക്കിലെടുത്ത് കേരളത്തിലെ ജനങ്ങളും കേരളത്തിലെ ഗവൺമെൻറ്റുകളും, ഇതൊരു ഗവൺമെൻറ്റല്ലല്ലോ, ഗവൺമെൻറ്റുകളും എല്ലാം എടുത്ത സമീപനങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് വേണ്ടേ പരിശോധിക്കാനും ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കാനും? അല്ലാതെ അവിടെ നിന്ന് വരുന്ന തിട്ടൂർ അതേപോലെ തന്നെ താഴേക്ക് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ ചിത്രം മാത്രമാണോ ഇവിടെ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഫെഡറൽ സംവിധാനത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്? അപ്പോൾ ഇതിവിടെ സംഘപരിവാറിൻ്റെ നിർദ്ദേശങ്ങൾ ഒരു തരത്തിലുള്ള മാറ്റവും വരുത്താതെ നടപ്പിലാക്കും എന്ന് പറയുന്ന ഒരു ഗൗരവമുള്ള അപകടകരമായ നിലയാണ്. കോൺഗ്രസിൻ്റെ തന്നെ നിലപാടുകൾക്ക് വിരുദ്ധമായ സമീപനമാണ് ഇവിടെ സ്വീകരിക്കുന്നത് എന്നത് വളരെ സങ്കീർണമായ പ്രശ്നമാണ് കേരളത്തിൽ ഉണ്ടാക്കുന്നത്. ഇതേപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട ഭാഗം ഇന്ന് പ്രഖ്യാപിച്ചു. അത് PMAY അർബൻ പദ്ധതിയാണ്. ഇവിടെ കേരളത്തിലാണെങ്കിൽ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് വീടുകൾ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സംഘപരിവാർ വിഭാഗത്തിന് മുമ്പിൽ സാഷ്ടാംഗം പ്രണാമം നടത്തുന്നതിൻ്റെ മറ്റൊരു തെളിവ് കൂടിയാണ് PMAY അർബൻ കരാറിൽ കേന്ദ്ര നിർദ്ദേശം പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ഒപ്പിടാനുള്ള തീരുമാനം. വീടുകൾക്ക് മുമ്പിൽ ചാപ്പ കുത്തുന്നതിനെ ശക്തിയായിട്ട് എതിർത്ത നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുള്ള സന്ദർഭത്തിൽ കേരളത്തിൽ ചെയ്തത്. ചെറിയൊരു പങ്ക് മാത്രമാണ് അവരുടെ ഭാഗമായിട്ട് കിട്ടുക. ബാക്കി സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാമാണ് നമ്മുടെ വീട് നിർമ്മാണത്തിന് പണം ചെലവഴിക്കുന്നത്. ഒരു തരത്തിലുള്ള ചാപ്പകുത്തലും അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടായിരുന്നു ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് 5 ലക്ഷത്തിലധികം വീട് നിർമ്മിക്കാനും ഇനിയിപ്പോൾ 1 ലക്ഷത്തിലധികം വീടും പൂർത്തിയാക്കാനും ഉള്ളത് കേരളത്തിൽ. ഇപ്പോഴിത് മാറ്റി ഈ വീട് പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഔദാര്യമാണ് എന്ന് അടയാളപ്പെടുത്തി വെക്കുക. ഇതാണിപ്പോഴും മുഖ്യമന്ത്രി അംഗീകരിച്ചു കൊടുത്തിട്ടുള്ള കാര്യം. ഇതിൻ്റെ ഭാഗമായിട്ടൊരു കാര്യം നമ്മൾ കണ്ടതാണ്. മാതൃഭൂമി അനൂപ് ദാസ് എന്ന ലേഖകൻ ബീഹാറിൽ യാത്രയുടെ ദൃശ്യങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് വീട് ഒരുക്കിയതെന്നും ആ വീടിൻ്റെ മേലെ അടയാളപ്പെടുത്തിയിട്ടുള്ള ലോങ്കോയുടെ കാര്യവും അന്ന് പറഞ്ഞിരുന്നതാണ്. ആ രീതിയിലുള്ള വീടുകൾ ഒരുക്കാനാണ്
വി ഡി സതീശനും കൂട്ടരും ഇപ്പോഴും ശ്രമിക്കുന്നത് എന്ന് വേണം കരുതാൻ. ഇങ്ങനെ ഒരു ബോർഡ് വെച്ചാൽ എന്താ കുഴപ്പം എന്നാണ് ചിലർ ചോദിക്കുന്നത്. ആശുപത്രിക്കോ അതുപോലെ തന്നെ പാർക്കിനോ മറ്റേതെങ്കിലും സ്മാരകത്തിനോ ഇങ്ങനെ ഒരു ലോഗോ വെക്കുന്നത് കൊണ്ട്, പേര് വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അവനവൻ്റെ വീട് ഓരോ മനുഷ്യൻ്റെയും അഭിമാനമാണ്. തൻ്റെ വീട് എന്തോ ഒരു ഔദാര്യം കൊണ്ട് ലഭിച്ചിട്ടുള്ള ഒന്നാണ് എന്ന് പരസ്യപ്പെടുത്തി വരുന്നവരെല്ലാം കാണത്തക്ക രീതിയിൽ അവതരിപ്പിക്കണമെന്ന് ഒരു കുടുംബവും ആഗ്രഹിക്കുന്നതല്ല. അവിടെ ജീവിക്കുന്ന ഒരു കുട്ടിയും വിവാഹിതയായ ഒരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്നതല്ല. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പരമാധികാര അടങ്ങുന്ന ഒന്നാണ് സ്വന്തം വീട്. അതിന് ഈ രീതിയിൽ ചാപ്പകുത്തുന്ന സമീപനത്തെ ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാനാവുന്നതല്ല. ഇപ്പോഴും മോഡിയും സതീശനും തമ്മിലുള്ള എല്ലാ തർക്കവും തീർത്ത് ഞങ്ങളത് നിർബന്ധപൂർവം വെക്കും എന്ന് പറഞ്ഞ് അതിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ചാപ്പകുത്തലിനെതിരായിട്ട് നിന്ന സമീപനത്തിൽ നിന്ന് മാറി ഇപ്പോഴാ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇങ്ങനെ ഓരോന്നോരോന്ന് വരുമ്പോഴും അങ്ങനെ സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് ഒരു മന്ത്രി പറഞ്ഞത് അതൊരു ഔദാര്യമാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഖജനാവിൽ നിന്ന് ജനങ്ങൾക്ക് നൽകാൻ തീരുമാനിച്ച് നൽകുന്നത് പോലും ഔദാര്യമാണെന്ന് പറയാം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തുച്ഛമായ ഒരു സംഖ്യ മാത്രം വാങ്ങി ബാക്കി മുഴുവൻ കേരളവും ഗുണഭോക്താവും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കണ്ടെത്തുന്ന പണം ഉപയോഗിച്ചുണ്ടാക്കുന്ന വീട് അതും ഒരു ഔദാര്യമാണ് എന്ന് അവതരിപ്പിക്കുന്ന രീതി കേരളീയ സമൂഹം ഒരിക്കലും അംഗീകരിക്കുന്നതല്ല. അപ്പോൾ അത്തരത്തിലുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ടേക്ക് പോകും എന്ന ധാർഷ്ട്യം നിറഞ്ഞ സമീപനമാണ് ഇന്ന് മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം MDMA-യുമായി ബന്ധപ്പെട്ടതാണ്. MDMA കേസിലായ ആളുകൾ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ എന്തൊക്കെ നുണകളാണ് വി ഡി സതീശൻ ഇന്ന് നിരത്തിയത് എന്ന് നമുക്ക് സൂക്ഷ്മമായി പരിശോധിക്കേണ്ടിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, നവകേരള സദസ്സിൽ മർദ്ദനമേറ്റപ്പോഴാണ് ആദ്യമായി വിളിച്ചത്. തിരുമ്മൽ കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോയി കണ്ടു എന്നതാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഈ 2023 ഡിസംബറിലാണ്, ഡിസംബർ 10-നാണ് പെരുമ്പാവൂരിൽ നവകേരള സദസ്സ് നടന്നത്. ഈ തീയതിക്ക് മുൻപ് തന്നെ MDMA-യുടെ 7 ജില്ലകളിലെ മൊത്ത കച്ചവടക്കാരനായ മുഹമ്മദ് ഹുസൈൻ ഈ പ്രതിയുമായി ഇപ്പോഴാണല്ലോ പ്രതിയാക്കപ്പെട്ടത്. വി ഡി സതീശനോടൊപ്പം എടുത്ത ചിത്രങ്ങൾ നമുക്ക് കാണാം. 21 മുതൽ 2023 ഒക്ടോബർ വരെ നിരവധി ചിത്രങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഇതെല്ലാം സദസ്സിന് മുമ്പുള്ള ചിത്രങ്ങളാണ്. സദസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ മർദ്ദനമേറ്റതിന് ശേഷം കണ്ടത് എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതായത് 2021 മുതൽ 2023 ഒക്ടോബർ വരെ നിരവധി ചിത്രങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് ഡിസംബർ 10-നാണ് 2023 ഡിസംബർ 10-നാണ് പെരുമ്പാവൂരിൽ നവകേരള സദസ്സ് എത്തിയത്. അതിനു മുമ്പുള്ള വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. നേതാക്കൾക്കൊപ്പം ഫോട്ടോ എടുത്ത് ഇടുന്നത് സ്വാഭാവികമല്ലേ എന്ന് ചിലർ ചോദിക്കാം. സ്വാഭാവികമാണ്. കാരണം ഞങ്ങളൊക്കെ ട്രെയിനിൽ പോകുമ്പോഴും അതുപോലെ തന്നെ എവിടെ പോകുമ്പോഴും കാണുമ്പോൾ ഉടനെ വന്ന് ഫോട്ടോ എടുത്ത് പോകുന്ന നിലയൊക്കെ ഉണ്ട്. അത് സത്യമാണ്. എന്നാൽ എത്ര വേദികളിലുള്ള എത്രയെത്ര ഫോട്ടോകളാണ് വി ഡി സതീശനോടൊപ്പം ഈ മുഹമ്മദ് ഹുസൈൻ എന്ന പ്രതിയുമായി ബന്ധപ്പെട്ടുള്ളത് എന്ന് പരിശോധിച്ചാൽ നമുക്കതിൻ്റെ കൃത്യമായ ചിത്രം കിട്ടും.
പിന്നെ പറഞ്ഞത് 3-4 വട്ടം ഞാൻ അതിന് ശേഷം നവകേരള സദസ്സിന് ശേഷം 3-4 വട്ടം കണ്ടു എന്നത് സതീശൻ അവകാശപ്പെട്ടിട്ടുണ്ട്. 18-ലധികം ചിത്രങ്ങൾ, 1ഉം 2ഉം 10ഉമല്ല. അതിൽ ചിലതിൽ നിരവധി ചിത്രങ്ങൾ കൂടിയതാണ് ഒന്ന്. ഇപ്പോൾ കൈലി മുണ്ടെല്ലാം കൊടുത്ത് വീട്ടിലിരിക്കുന്ന സന്ദർഭത്തിലെടുത്ത ഫോട്ടോ ഉണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് നടത്തിയ വിരുന്നിൽ പങ്കെടുത്ത ഫോട്ടോ ഉണ്ട്. വി.ഡി. സതീശൻ്റെ ഓഫീസിലും വീട്ടിലും ജന്മദിനത്തിലും കോഴിക്കോട് നടത്തിയ വിരുന്നിലും ഒക്കെ പങ്കെടുത്ത ഫോട്ടോകൾ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അത് 3-4 പ്രാവശ്യം കണ്ടു എന്ന് പറഞ്ഞിട്ട് ലളിതവരിക്കുന്ന നില ശരിയല്ല. പിന്നെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ അല്ല, എനിക്കങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ടീം തന്നെ ഇല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ പ്രതി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലും കൃത്യമായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ മാത്രമാണുള്ളത്. നിരവധി പോസ്റ്റുകൾ ഇനി നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. KH മുഹമ്മദ് ഹുസൈൻ ടീം വി.ഡി. സതീശൻ എന്ന സോഷ്യൽ മീഡിയ പേജിൽ കോർഡിനേറ്ററും വി.ഡി. സതീശൻ്റെ അടുത്തയാൾ എന്ന പേരിൽ നാട്ടിലെ കോൺഗ്രസ്സുകാർക്കിടയിൽ അറിയപ്പെടുന്നയാളുമാണ്. പ്രതിപക്ഷ നേതാവായിരിക്കെ വേങ്ങോലയിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ സതീശൻ മുഹമ്മദ് ഹുസൈൻ്റെ വീട് സന്ദർശിച്ചതോടെയാണ് നാട്ടിലെ കോൺഗ്രസ്സുകാർക്കിടയിൽ ഇയാൾ അറിയപ്പെട്ടത്. അതാണ് നേരത്തെ പറഞ്ഞത്. നാട്ടിലെ ആളുകളെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ പോയി എന്നാണ്. മാതൃഭൂമി പറയുന്നത് ഇയാൾ ഇങ്ങനെ ഉള്ളൊരു ബന്ധമുണ്ട് എന്ന് നാട്ടുകാർക്ക് മനസ്സിലായത് ആ വീട് സന്ദർശിച്ച സന്ദർഭത്തിലാണ് എന്നാണ്. അതായത് മാതൃഭൂമിയും പത്രം പോലും എന്ന് പറഞ്ഞാൽ ശരിയായി. മാതൃഭൂമി പത്രം പോലും ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് ആധികാരികമാകുക മാതൃഭൂമി പോലെയുള്ള നിങ്ങൾ പറഞ്ഞ പത്രം പറയുന്നതാണ് എന്നർത്ഥം. ഈ കേസിലെ പ്രതി തന്നെ കഴിഞ്ഞ 5 വർഷവും ഞാൻ പ്രതിപക്ഷ നേതാവിൻ്റെ സോഷ്യൽ മീഡിയ ടീമിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു എന്ന അനുഭവം പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണെന്നും അറിയുന്ന ആളാണെന്നും സതീശൻ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രതിയുടെ ത്യാഗത്തെക്കുറിച്ചാണ് പിന്നീട് അദ്ദേഹം പറയുന്നത്. ഇതൊക്കെ വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. ഒരു വളരെ പ്രധാനപ്പെട്ട മയക്കുമരുന്ന് കച്ചവടം നടത്തി പിടിക്കപ്പെട്ടിട്ടുള്ള കോൺഗ്രസ് നേതാവ് മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട വളരെ അടുത്ത് ഉള്ള ഒരാളാണ് എന്ന് ഞങ്ങൾ പറയുമ്പോൾ അതിനെ മറികണ്ഠം ചടന്ന് വേറെ എന്തെങ്കിലും വിശദീകരിച്ച കാര്യമില്ലല്ലോ. കളവ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കളവലല്ലോ പറയേണ്ടത്, ജനങ്ങൾക്ക് വസ്തുതയല്ലേ അറിയേണ്ടത്. അപ്പോൾ ഈ പ്രതിയുടെ ത്യാഗങ്ങളെക്കുറിച്ച് പുകഴ്ത്തുകയായിരുന്നു മുഖ്യമന്ത്രി. നവകേരള സദസ്സിൽ അടികൊണ്ട് ആളാണെന്നും തിരുമ്മൽ നടത്തി സുഖപ്പെട്ട ആളാണെന്നും ഒക്കെ പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം പോലീസ് ഇതിപ്പോൾ ഗൗരവപൂർവ്വം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോലീസിന് കൊടുക്കുന്നൊരു സന്ദേശം മുഖ്യമന്ത്രി ഇദ്ദേഹത്തെ ത്യാഗപൂർണ്ണം പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്ന് പൊതുജന സമക്ഷം അവതരിപ്പിക്കുന്നു എന്നുള്ളത് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വന്ന വേറൊരു കാര്യം, ഇന്നിപ്പോൾ കാണുന്നത് ഈ ഓപ്പറേഷൻ തൂഫാൻ്റെ നോഡൽ ഓഫീസറെ മാറ്റിയിരിക്കുന്നു. ഇതിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളൊരു വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ്. എന്നിട്ട് അതിന് പകരം പുതിയ ആളെ നിശ്ചയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അടിയന്തര പ്രാധാന്യം എന്താണ് എന്നുള്ളത് ഗൗരവപൂർവ്വം പരിശോധിക്കുമ്പോഴാണ് ഈ പിടിച്ച ആൾ ഈ മാറ്റത്തിൻ്റെ പിന്നിൽ എന്ത് നിലപാടായിരിക്കും എടുത്തിട്ടുണ്ടാകുക എന്ന കാര്യം മനസ്സിലാക്കുക. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ടാണ് ഈ ഉദ്യോഗസ്ഥരെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. തൂഫാൻ വളരെ വലിയ പദ്ധതിയായിട്ടാണല്ലോ ആഭ്യന്തര വകുപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മെറ്റയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ മയക്കുമരുന്ന് മാഫിയ ബന്ധത്തെക്കുറിച്ചുള്ള വാർത്തകളും പോസ്റ്റുകളും കൂട്ടത്തോടെ കാണാതാവുകയാണ്. ഇവിടെ ഞാനിപ്പോൾ പത്രസമ്മേളനത്തിൽ ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയുടെ ഭാഗമായിട്ട് കാണുന്നതിന് വേണ്ടി സാധിക്കുന്ന ഒരവസ്ഥയായിരിക്കില്ല ഉണ്ടാകുക. കാരണം ഒരു സോഷ്യൽ മീഡിയ അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യങ്ങൾ പോലും അപ്രത്യക്ഷമാവുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു ദേശീയ മാധ്യമത്തോട് സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കണം എന്ന അഭിപ്രായം മുഖ്യമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഒരു ദേശീയ മാധ്യമത്തോട്
സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കണം എന്ന അഭിപ്രായം മുഖ്യമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അത് നമ്മൾ കേട്ടതാണ്. മോഡിയുടെ വഴിയെ തന്നെയാണ് വി. സതീശൻ സർക്കാരും നീങ്ങുന്നത് എന്നതിൻ്റെ സൂചന തന്നെയാണ് ഈ പ്രവർത്തനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മെറ്റയുമായി ബന്ധപ്പെട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് സതീശൻ അവകാശപ്പെടുന്നത്. വി. സതീശനും മോദിക്കുമെതിരെയുള്ള വാർത്തകൾ മാത്രം തിരഞ്ഞുപിടിച്ച് എങ്ങനെ ഒഴിവാക്കുന്നു എന്നതാണ് പ്രശ്നം. ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് മാത്രം എങ്ങനെയാണ് ഒഴിവായി പോകുന്നത്? വാർത്തകൾ മാത്രമല്ല, നൂറുകണക്കിന് പ്രൊഫൈലുകളും പേജുകളും അപ്രത്യക്ഷമാവുകയാണ്. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെ നടക്കുന്ന, മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ നടക്കുന്ന വലിയ വെല്ലുവിളിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വേണ്ടി, അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള മയക്കുമരുന്ന് സംവിധാനത്തിൻ്റെ പ്രധാന പ്രതി രക്ഷപ്പെടുത്തത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങൾ അത് തമ്മിൽ മുഖ്യമന്ത്രിയുമായി കൂട്ടിച്ചേർത്ത് പറയുന്നത് പോലും തടയാൻ അതനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന സമീപനമാണ് കണ്ടിട്ടുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗം പറഞ്ഞിട്ടുള്ളത് മാർച്ച് 25 തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുമ്പ് മലയാള മനോരമ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ നീക്കിയതുമായിട്ട് ബന്ധപ്പെട്ടാണ്. സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പൂർണ്ണമായിട്ട് ഈ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ളത് രത്തൻ കേൽക്കറുടെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇടപെട്ടിട്ടാണ് പിന്നീട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ആ വാർത്ത വരികയും ചെയ്തത്. അദ്ദേഹത്തെയാണ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. എത്രത്തോളം ബന്ധമുണ്ട് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള തെളിവായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. കാരണം അദ്ദേഹം IT സെക്രട്ടറി കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മെറ്റയിൽ ഒരു സ്വാധീനമില്ല എന്ന പച്ച കള്ളമാണ് മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിച്ചത്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശത്തിൽ അപ്രിയമായ പോസ്റ്റുകളും വാർത്തകളും നീക്കം ചെയ്യാം എന്നാണ് മോഡി സർക്കാർ കാണിച്ചു തരുന്നത്. അതിന് പിന്നിലാണ് യഥാർത്ഥത്തിൽ ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിയും മുന്നോട്ടേക്ക് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദേശാഭിമാനിയുടെയും മീഡിയ വണ്ണിൻ്റെയും ഉൾപ്പെടെ പേജുകൾ മുമ്പ് ഇത്തരത്തിൽ അപ്രത്യക്ഷമാകുന്ന അനുഭവം നമുക്ക് മുന്നിലുണ്ടായിട്ടുണ്ട്. എന്നാൽ കൂട്ടത്തോടെ നിരവധി മാധ്യമങ്ങളുടെ വാർത്തകൾ ഇത്തരത്തിൽ അപ്രത്യക്ഷമാകുന്നത് മുൻപുണ്ടായിട്ടില്ല. നമുക്കെല്ലാം അറിയുന്ന പോലെ നിരവധി മാധ്യമങ്ങളെ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. കേരളത്തിൽ വിമർശനാത്മകമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന മാധ്യമങ്ങൾ മുഴുവൻ ഇതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. TG മോഹൻദാസിൻ്റെ വിദ്വേഷ വീഡിയോ നീക്കം ചെയ്യാൻ നടപടി ഇതേവരെ സ്വീകരിച്ചിട്ടില്ല. അതങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാതെ പോലീസും സർക്കാരുമാണ് നിരവധി പത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് എന്നുള്ളത് കാര്യമാണ്. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും മാധ്യമ സ്വാതന്ത്ര്യത്തിനും അതില്ലാതാക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ശ്രമങ്ങളെയും വിമർശിക്കുന്നവരെ ഒരു തരത്തിലും വെച്ചക്കില്ല ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള വെല്ലുവിളി പ്രബുദ്ധ കേരളം അതിൻ്റെ മുമ്പിൽ മുട്ടുമടക്കില്ല. അതിശക്തിയായി ഇതിനെല്ലാം എതിർത്തുകൊണ്ട് ജനാധിപത്യ ശക്തികൾ മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾ ഇന്നാണല്ലോ രാവിലെ പത്രസമ്മേളനം നടത്തിയത്. അതാണ് കാര്യം. മുഖ്യമന്ത്രി ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞ കാര്യങ്ങൾക്ക് കൃത്യമായ കളവെങ്ങനെ എന്നത് സംബന്ധിച്ച് മറുപടി പറയുകയാണോ ചെയ്യുന്നത്? അതിന് അസഹിഷ്ണുത ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ പറഞ്ഞതിൽ വളരെ വ്യക്തതയുണ്ട്. നന്നായിട്ട് അറിയാം, മുമ്പേ അറിയാം, ഇപ്പോഴും അറിയാം. അദ്ദേഹം MDMA 7 ജില്ലയിലെ ഹോൾസെയിൽ ഏജൻ്റാണ്. തീരെ അറിയാതിരിക്കുമെന്ന് പറയാൻ സാധിക്കുന്നതല്ല. അത് പരിശോധിക്കണം. നിങ്ങൾ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളത് മുണ്ടുന്നില്ലല്ലോ. നിങ്ങൾ ഇത്രയും ഗൗരവതരമായ ഒരു പ്രശ്നം ഉണ്ടായിട്ട് പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒന്നും അതിൻ്റെ അകത്ത് പ്രതികരിക്കുന്നില്ലല്ലോ, ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഞങ്ങളാരും പറഞ്ഞ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ട് അവസാനിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. നിങ്ങൾ ഗൗരവത്തിലെടുക്കണ്ടേ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായിട്ട്
7 ജില്ലയിലെ ഹോൾസെയിൽ ഏജന്റായി അതും തൂഫാൻ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരാളുമായിട്ട് മുഖ്യമന്ത്രിക്ക് ഇതുപോലെ അവേദ്യമായ ബന്ധമുണ്ട് എന്ന കാര്യം മുഴുവൻ വിവരങ്ങളും പുറത്തു വന്നിട്ടും നിങ്ങളെന്താണ് ഇത്തരത്തിലുള്ള ഒരു മൗനം എന്നുള്ളത് വളരെ ഗൗരവമുള്ള ചോദ്യമല്ലേ? അതൊരു IAS ഉദ്യോഗസ്ഥനല്ലേ? ഉദ്യോഗസ്ഥന്മാർ വരികയും പോവുകയൊക്കെ ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ ഇത് IAS ഉദ്യോഗസ്ഥനല്ല, കോൺഗ്രസിൻ്റെ നേതൃനിരയിലുള്ള ഒരാളാണ്. അതാണ് MDMA-യുമായി ബന്ധപ്പെട്ട പ്രശ്നം. അത് രണ്ടും കൂട്ടിക്കൊടുക്കുന്നത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? എങ്ങനെയാണെന്ന് എത്ര വേഗം നിങ്ങളെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നും രണ്ടും ഒന്നാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനല്ലേ ശ്രമിച്ചത്? അത് രണ്ടും രണ്ടാണ്. ഇത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുണ്ട് എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്ന ഒരാൾ എത്രയോ കൊല്ലമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്ന് പറയാൻ മടിച്ച് ഞാൻ ഈ ഒരു സംഭവത്തിന് ശേഷം മാത്രമാണ് ബന്ധമുള്ളതെന്ന് പറഞ്ഞത് അതല്ല എന്ന് കൃത്യമായിട്ട് അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ഈ പത്രസമ്മേളനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. അതിന് എത്രയോ വർഷം മുമ്പ് തന്നെ അദ്ദേഹത്തിന് നല്ല ബന്ധം, വീട്ടിൽ പോയിട്ടുള്ള ബന്ധമുണ്ട്. അതുപോലെ തന്നെ പാർട്ടി പങ്കെടുത്ത പദ്ധതിയുണ്ട്, പരിപാടിയുണ്ട്, നിരവധി പരിപാടികളുണ്ട്. കൈലി കൊടുത്തിരിക്കുന്ന VD സദസ്സിന് മുമ്പിൽ നിൽക്കുന്ന ചിത്രം നമ്മൾ കണ്ടില്ലേ? കൊടുത്തുല്ലേ? അതാണ് ജനാധിപത്യത്തിനെതിരാണല്ലോ BJP ഗവൺമെൻറ്. തെറ്റായ നിലപാടല്ലേ അതെല്ലാം? കാരണം സമരത്തിന് വേണ്ടി ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടല്ലല്ലോ ബുക്ക് ചെയ്യുക, സാധാരണ ബുക്ക് ചെയ്യുക. ചിലപ്പോൾ സമരത്തിന് എന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്യും. അങ്ങനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജനാധിപത്യ സമൂഹത്തിൽ അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെതിരായിട്ടുള്ള സമരമാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ള യാത്രാ സൗകര്യം ഭരണഘടനാപരമായിട്ടതാണല്ലോ, അത് അവസാനിപ്പിക്കാൻ എന്താ അവകാശം? അപ്പോൾ തെറ്റായ സമീപനമാണ്, സ്വേച്ഛാധിപത്യപരമായ സമീപനമാണ്. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ പോലെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ വേറൊരു തെളിവ് കൂടിയാണ്.